ഹായ് എവ്രിബഡി. ഈ വീക്കിൽ നടന്ന ഫോറൻസിക് സയന്റിഫിക് ഓഫീസറിന്റെ എക്സാം ഡിസ്കഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ റിലേറ്റീവ്ലി ഈസി ടു മീഡിയം ലെവലിലുള്ള ഒരു എക്സാം ആയിരുന്നു. കുറേ പേരൊക്കെ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. സന്തോഷം. എന്തായാലും നമുക്ക് ഡിസ്കഷൻ പാർട്ടിലേക്ക് പോകാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹാർഡ് ആസിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കോൺസെപ്റ്റ് HSAB കോൺസെപ്റ്റ് ആണ്. ഹാർഡ്, സോഫ്റ്റ്. വാട്ട് ഇസ് H? H is hard and S is what? Soft acid base theory. What is it? HSAB. ആസിഡ് ബേസ് തിയറി ആണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹാർഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ സ്പീഷീസ് ഹാവിങ് ഹൈ ചാർജ് ഡെൻസിറ്റി. ഹൈ ചാർജ് ഡെൻസിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഈ ചാർജ് ഡെൻസിറ്റി? വാട്ട് ഈസ് ചാർജ് ഡെൻസിറ്റി? നോക്കൂ, ചാർജ് ഡെൻസിറ്റിയെ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ചാർജ് ബൈ സൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ചാർജ് ബൈ സൈസ്. ആൻഡ് ദേ ഫോംസ് വോട്ട്? അയോണിക് ബോണ്ട്. ദേ ഫോംസ് വോട്ട്? അയോണിക് ബോണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. കാരണം ചാർജ് ബൈ സൈസ് ആണ്. അപ്പോൾ ചാർജ് ഡെൻസിറ്റി കൂടണമെങ്കിൽ സൈസ് കുറഞ്ഞിരിക്കണം, അല്ലേ? ആൻഡ് ദേ ഫോംസ് അയണിക് ബോണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ദാറ്റ് വിൽ ബി വോട്ട്? K+. സിയും AGയും എയും ഒക്കെ എന്തായിരിക്കും? കോവാലന്റ് ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുക. ആൻഡ് ചാർജ് എന്താണ്? ഇവരുടെയൊക്കെ സെയിം ആയിരിക്കും. ഇനി ഇതേപോലെ ആനയോണിൻ്റെ കേസാണ് പറയുന്നതെങ്കിലോ? നോക്കൂ, ആനയോൺ. ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് F- Cl- Br- I-. ഞാൻ ചോദിക്കുകയാണ് ഇതിൽ ആരാണ് ഹാർഡ്? നോക്കൂ, ഇതേപോലെ തന്നെയാണ്. നോക്കൂ, സൈസ് എന്തായിരിക്കണം? കുറവായിരിക്കണം. ഇവിടെ ആർക്കാണ് സൈസ് കുറവ്? യെസ്, ഫ്ലൂറിനാണ്. അപ്പോൾ ഇത് ഹാർഡ് ബേസ് ആയിരിക്കും. ഇതെന്തായിരിക്കും? സോഫ്റ്റ് ബേസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ HSAB കോൺസെപ്റ്റ് ഇത്രയുമാണ്. ഇനി ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് O2- S2-. നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, S2-. ഇവരിൽ ആരായിരിക്കും സോഫ്റ്റ് ബേസ് എന്ന് നമുക്ക് പറയാൻ പറ്റുക? ഓഫ് കോഴ്സ് ഇവരായിരിക്കും, അല്ലേ? സോഫ്റ്റ് ആയിരിക്കും. ഇവരെന്തായിരിക്കും? ഓക്സിജൻ എന്തായിരിക്കും? ഹാർഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? സൾഫറിന് സൈസ് കൂടുതലാണ്. സൈസ് കൂടുതലാണെങ്കിൽ ചാർജ് ഡെൻസിറ്റി എന്താവും? കുറയും. അപ്പോൾ ഇവരെന്തായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ A ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഈസ് മാക്സിമം 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ബോണ്ട് ഡിസോസിയേഷൻ എനർജി. അപ്പോൾ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ബോണ്ട് സ്ട്രെങ്ത് ഒന്ന് പറഞ്ഞു നോക്കാം. ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോട്ട്? ബോണ്ട് ലെങ്ത് ആണ്. അതായത് എത്രത്തോളം ബോണ്ട് ലെങ്ത് കൂടുന്നു അത്രയും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ്സ് സേ ദിസ് ഇസ് ഫ്ലൂറിൻ. ഓക്കെ, ക്ലോറിൽ എന്തായിരിക്കും? കുറച്ചുകൂടെ ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും. ഇനി Br വരുമ്പോഴേക്കും കുറച്ചുകൂടെ കൂടും, അല്ലേ? ഇനി അയഡിൻ്റെ കേസ് ആകുമ്പോഴേക്കോ, ഇത് ഞാനൊന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. അയഡിനിലേക്കുള്ള കേസ് ആകുമ്പോഴേക്കും നോക്കി നിങ്ങൾ, ബോണ്ട് ലെങ്ത് കുറച്ചുകൂടെ കൂടും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവാർക്കാണ്? ഫ്ലൂറിനാണ്. അങ്ങനെയാണെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. നമ്മുടെ എക്സ്പെക്റ്റഡ് ഓർഡർ നോക്കൂ, ഞാൻ പറയുന്നത് എക്സ്പെക്റ്റഡ് ഓർഡർ ആണ് കേട്ടോ. ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ Cl2 ഗ്രേറ്റർ ദാൻ Br2 ഗ്രേറ്റർ ദാൻ I2 എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ ഇസ് ആക്ച്വലി ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആൻഡ് ഇറ്റ് ഹാസ് വോട്ട് 3 ലോൺ പേസ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? നല്ല രീതിയിലുള്ള റിപ്പൽഷൻ ഉണ്ടാവും. അങ്ങനെ റിപ്പൽഷൻ ഉണ്ടെങ്കിൽ ഈ ബോണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇനി ആക്ച്വൽ ഓർഡർ, അതുകൊണ്ട് നമ്മുടെ ആക്ച്വൽ ഓർഡർ എന്താണ്? ആക്ച്വൽ ഓർഡർ വരുന്നത് Cl2 ഗ്രേറ്റർ ദാൻ Br2 ഗ്രേറ്റർ ദാൻ, എന്നിട്ടേ ആര് വരുന്നുള്ളൂ? F2 വരുന്നുള്ളൂ. ആൻഡ് ദെൻ വാട്ട്? I2. അതായത് ഈവൻ ദോ ബോണ്ട് ലെങ്ത് വളരെ കുറവാണെങ്കിൽ പോലും ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ വലിയ എനർജി ആവശ്യമില്ല. കാരണം എന്താണ്? ബിക്കോസ് ദർ ഈസ് ഹൈ റിപ്പൽഷൻ. ആ ലോൺ പെയർ കാരണം എന്തുണ്ട്? നല്ല രീതിയിൽ റിപ്പൽഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ ആൻസർ എന്തായിരിക്കും? യെസ്, Cl2 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നോട്ട് F2, Cl2 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അറക്നോബോറൈൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. BnHn+2 ആണെങ്കിൽ നമ്മൾ ഇതിനെന്ത് വിളിക്കും? ക്ലോസോ എന്ന് വിളിക്കും. ആൻഡ് BnHn+4 ആണെങ്കിലോ ദാറ്റ് വിൽ ബി നിഡോ. ആൻഡ് BnHn+6 ആണെങ്കിലോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ വോട്ട്?
അറക്നോ. ഇത്രയും കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ആൻഡ് ദിസ് ഈസ് വോട്ട് B5H11 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം B5H5+6 അല്ലേ? അതായത് ദിസ് വിൽ ബി ദ ആൻസർ അറക്നോ ബൊറൈൻ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കാർബറൈൻ വിച്ച് ഈസ് അനലോഗസ് ടു ബൊറൈൻ B6H6 2- എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, B6H6 2- എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് എന്ത് എഴുതാം, B6H8 എന്നും എനിക്ക് എഴുതി പോകാം. നോക്കൂ, ഇതിൻ്റെ അനലോഗസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാ ഗ്രൂപ്പ് 14 നോക്കിക്കോളെ, ഗ്രൂപ്പ് 14 ആരൊക്കെയാണ് ഉണ്ടാകുക? ഇതാ കാർബൺ, സിലിക്കൺ, ജർമ്മനി ഒക്കെ അല്ലേ? അപ്പോൾ ഇവരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരെ അനലോഗസ് ഓക്കെ BH ആയിരിക്കും. എന്തായിരിക്കും? BH. ഇനി ഗ്രൂപ്പ് 15 ആണെങ്കിൽ, അതായത് ഇവിടെ 3 ഉണ്ട്, ഇവിടെ എന്തുണ്ടാവും? 1. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്ത് വരും? 4. അതേപോലെ ഇവിടെ 5 ആണെങ്കിൽ ഇതെന്ത് വരും? BH2 വരും. ഇനി ഗ്രൂപ്പ് 16 ആരാണ്? സൾഫറും സെലീനിയം ഒക്കെ ആണെങ്കിൽ ദാറ്റ് വിൽ ബി വോട്ട് 6 ആയിരിക്കും. ഇവിടെ ഇവരുടെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 6 ആയിരിക്കും അല്ലേ? അതേപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി, ബോറോണിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 3 ആയിരിക്കും, ഹൈഡ്രജൻ്റെ 3 ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടും? 6. അപ്പോൾ സിംപ്ലി നിങ്ങൾ എന്ത് ചെയ്യുക? B6H8 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ഒന്ന് നോക്കി നിങ്ങൾ, B4C2H6 എന്നല്ലേ ഉള്ളത്? ഈ കാർബണിനെ എന്ത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്? BH വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോക്കിക്കോളെ, എന്താണ് ഈ കാർബൺ എന്ത് ചെയ്യുക? BH വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സി ഹിയർ B4, ഈ കാർബണിനെ എന്ത് ചെയ്യുന്നു? BH ട്വൈസ് H6 എന്ന് എഴുതുന്നു. സോ യു വിൽ ഗെറ്റ് വോട്ട് B6 കിട്ടി, അതേപോലെ H8 കിട്ടി. സിമ്പിൾ അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എന്ത് വരും? എ വരും. ഓപ്ഷൻ എ. നൗ ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ബിലോങ്സ് ടു ദ ക്ലാസ് ഓഫ് 3-dimensional അലൂമിനോസിലിക്കേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഫെൽസ്പാർ ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ആൻഡ് ദ നെക്സ്റ്റ് ഓൾസോ നിങ്ങൾ നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ദ എമൗണ്ട് ഓഫ് ക്രോമിയം ആണ് കേട്ടോ. ക്രോമിയം ഇസ് നെസസറി ഇൻ ഡയറ്റ് ഫോർ മെയിൻറ്റെയിനിങ് കറക്റ്റ് ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നൗ ദ സെവൻത്ത് ക്വസ്റ്റ്യൻ, ദ CFSE ഓഫ് FeCN6 3- എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. FeCN6 3- എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ CN എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. ആൻഡ് ദിസ് ഈസ് വോട്ട് ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ആണ്. ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, T2G EG ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? ദിസ് വിൽ ബി T2G ആൻഡ് ദിസ് ഇസ് വോട്ട് EG. ഓൾറൈറ്റ്. ഇനി ഇവർ സ്റ്റെബിലൈസ് ചെയ്യുന്നത് -2/5 ഡെൽറ്റ ഒയും ഇതെന്തായിരിക്കും? +3/5 ഡെൽറ്റ ഒ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് Fe3+ ആണ് അല്ലേ? നോക്കൂ, ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? Feയുടെ കാര്യം നമുക്കറിയാം, ദാറ്റ് വിൽ ബി 4s2 3d6 ആണ്. അപ്പോൾ Fe3+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3d5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 2 3 പെയറിംഗ് അപ്പ് നടക്കും അല്ലേ? സ്ട്രോങ് ഫീൽഡ് ആയതുകൊണ്ട് പെയറിംഗ് അപ്പ് നടക്കും, ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 5 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ എന്തായിരിക്കും? -2/5 × 5 ഡെൽറ്റ ഒ എന്ന് വരും. സോ സിംപ്ലി വി വിൽ ഗെറ്റ് വോട്ട് -2 ഡെൽറ്റ ഒ എന്ന് നമുക്ക് ആൻസർ കിട്ടും. 7th വൺ സി ആണ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 9 ലാന്തനൈറ്റ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അയോൺസ് ഗിവ്സ് കളർലെസ് സാൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലന്താനം, സീറിയം, അതേപോലെ ഗഡോലിനിയം ആൻഡ് ലുട്ടേഷ്യം, ഇറ്റെർബിയം. ഇത്രയും ആളുകൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് കളർലെസ് ആയിരിക്കും. നോക്കൂ, ലുട്ടേഷ്യ ഉണ്ട്, ഇറ്റെർബിയം ഉണ്ട്, ഇവിടെ കാണാൻ പറ്റും, ഗഡോലിനിയം ഉണ്ട്, അതേപോലെ സീറിയം, ലന്താനം. ഇത്രയും ആളുകൾ എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? Ce3+ തന്നെയായിരിക്കും. ഓക്കെ. ലാന്തനൈറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇവർ കാണിക്കുന്ന ഇമ്പോർട്ടൻറ്റ് എക്സെപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. ബേസിക് ക്യാരക്ടറൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാനതൊന്നും പറയുന്നില്ല. എന്നിരുന്നാൽ 10th ക്വസ്റ്റ്യൻ, Mn+7 ഫോംസ് കോംപ്ലക്സ് വിത്ത് S2- എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ്. നൗ 11th വൺ, ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിമ്പൽ ഫോർ Se2+ ആൻഡ് Ni2+ ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, എന്താണ് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിമ്പൽ? നോക്കൂ, ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 2s+1 Lj എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ജെൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇതിനെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്കാൻഡിയം 2+, എന്താണ് സ്കാൻഡിയം? സ്കാൻഡിയം എങ്ങനെയാണ് നമ്മൾ എഴുതുക? യെസ്, ദാറ്റ് വിൽ ബി 4s2 3d1. സോ സ്കാൻഡിയം 2+ എന്ന് പറയുമ്പോൾ
ദാറ്റ് വിൽ ബി 3D1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 3D1 ആണെങ്കിൽ എന്തായിരിക്കും? ഇതാ ഇങ്ങനെ 5 ഓർബിറ്റലാണ് നമുക്കുള്ളത് അല്ലേ. ഡിയിൽ 5 ഓർബിറ്റൽ ഉണ്ടാവും. ആൻഡ് വി വിൽ ഹാവ് വോട്ട് ഒരു ഇലക്ട്രോണും ഉണ്ടാവും. നോക്കോളൂ, ദിസ് ഇസ് +2 +1 0 -1 -2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എസ് വാല്യൂ എന്താണ് ഇവിടെ? എസ് വാല്യൂ ഹാഫ് ആണ് അല്ലേ. എസ് വാല്യൂ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളത്, ഹാഫ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2s+1ൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 × 1/2 + 1 എന്ന് വരും, വിച്ച് ഇസ് 2 എന്ന് വരും. ആൻഡ് എൽ വാല്യൂ എന്താണ്? എൽ വാല്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ എൽ ആണ്. ഇവിടെ എന്തായിരിക്കും? 2 ആണ്, വിച്ച് ഇസ് 2. ഓക്കെ, എൽ വാല്യൂ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയത്തില്ലെങ്കിൽ എൽ വാല്യൂ 0 ആണെങ്കിൽ അതെന്തായിരിക്കും? എസ് ആയിരിക്കും. 1 ആണെങ്കിൽ എന്തായിരിക്കും? പി ആയിരിക്കും. 2 ആണെങ്കിൽ എന്തായിരിക്കും? ഡി ആയിരിക്കും. ആൻഡ് 3 ആണെങ്കിൽ എന്തായിരിക്കും? എഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടി അല്ലേ. ഈ 2s+1ൻ്റെ വാല്യൂ ആണ് 2 എന്ന് കിട്ടിയിരിക്കുന്നത്. ആൻഡ് എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? എല്ലിൻ്റെ വാല്യൂ 2 ആണ്, വിച്ച് ഇസ് ഡി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിമ്പൽ ഫോർ Sc2+ എന്ത് വരും? 2D എന്ന് വരും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? ബിയും ഉണ്ട്, ആൻഡ് വി ഹാവ് വോട്ട് ഡിയും ഉണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? Ni2+ൻ്റെത് കണ്ടുപിടിക്കണം. Ni നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. Ni എന്ന് പറയുന്നത് 4s2 3D 8 ആണ്. അതായത് Ni2+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 3D8. ഓക്കെ, 3D8 ആയിരിക്കും. 1 2 3 4. ഓക്കെ, 3D8 എന്ന് പറയുമ്പോൾ 1 2 3 4 5 എന്നുള്ള രീതിയിൽ വരും. ആൻഡ് യു ഹാവ് വോട്ട് 6 7 ആൻഡ് 8 അല്ലേ. 8 എന്ന് വരും. ആൻഡ് വി വിൽ ഹാവ് വോട്ട് -2 -1 0 1 2 എന്ന് വരും. ആൻഡ് സ്പിൻ എത്രയായിരിക്കും? സ്പിന്ന് നോക്കിയേ, ഇവിടെ ഇയാൾക്കാണല്ലേ സ്പിന്ന്. എസ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ 2s+1 എന്തായിരിക്കും? 2s+1 ഇസ് ഈക്വൽ ടു 2 × 1 + 1 ഇസ് ഈക്വൽ ടു എന്ത് വരും? 3 എന്ന് നമുക്ക് വരും. ആൻഡ് വാട്ട് ഈസ് യുവർ വാല്യൂ ഓഫ് എൽ? എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും? സിഗ്മ എൽ ആയിരിക്കും. ഇവരുടെ വാല്യൂ എന്ത് വരും? ദാ ഇവരുടെ മോഡ് വാല്യൂ എടുത്താൽ മതി. -2 -1 അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? -3 വരും. മോഡ് വാല്യൂ എടുത്താൽ മതി. 3 എന്ന് വരും. 3 എന്ന് വന്നാൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി എഫ്. 3f എന്ന് വരും. 3f എന്ന് വന്നാൽ എന്തായിരിക്കും? 3 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? എഫ് ആയിരിക്കും അല്ലേ. 3f എന്ന് വരും, വിച്ച് ഇസ് വോട്ട്? യെസ്, നമ്മുടെ ഓപ്ഷൻ ബി കറക്റ്റായിട്ട് വരും. ഇതെന്താണ്? 4f ആണ് കൊടുത്തിരിക്കുന്നത്. 11B. ആവും. 12th one നോക്കൂ, NO+. നോക്കൂ, വെൻ NO+ ഈസ് റിഡ്യൂസ്ഡ്. നോക്കൂ, NO+ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? നൈട്രജനിൽ 7, ഓക്സിജനിൽ 8 ആൻഡ് ഒരു ഇലക്ട്രോൺ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ ബി 14 ഇലക്ട്രോൺ. 14 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, N2ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. നൈട്രജൻ്റെ ബോണ്ട് ഓർഡർ നമുക്കൊക്കെ അറിയാം, എത്രയായിരിക്കും? 3 ആയിരിക്കും. ബോണ്ട് ഓർഡർ ഈസ് 3. ഓക്കെ, ട്രിപ്പിൾ ബോണ്ടാണ്. ഇനി ഇവരെ റെഡ്യൂസ് ചെയ്തിട്ട് ന്യൂട്രൽ NO മോളിക്യൂളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ന്യൂട്രൽ NO മോളിക്യൂൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 15 ഇലക്ട്രോൺ ആണ് ഉണ്ടാകുക. 15 ഇലക്ട്രോൺ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ കൂടി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ബോണ്ട് ഓർഡർ എന്തായിരിക്കും? 2.5 ആയിരിക്കും. ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഇത് ഞാൻ ഷോർട്ട് കട്ട് വെച്ചാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവെൻഷനലി σ1 σ*1s എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. പക്ഷേ അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഷോർട്ട് കട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ബോണ്ട് ഓർഡർ എന്ത് കിട്ടി? 2.5 എന്ന് കിട്ടി. അതായത് NO+ൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് NOയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു? ബോണ്ട് ഓർഡർ ഡിക്രീസ് ചെയ്തു ആയല്ലോ. അതായത് നോക്കൂ, NO+to NO, വാട്ട് ഹാപ്പൻസ്? ബോണ്ട് ഓർഡർ ഡിക്രീസ് ചെയ്തു. ബോണ്ട് ഓർഡർ ഡിക്രീസസ്. അങ്ങനെ ബോണ്ട് ഓർഡർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം കേട്ടോ. ബോണ്ട് ഓർഡർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത്തും എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും. ബോണ്ട് സ്ട്രെങ്ത്തും ഡിക്രീസ് ചെയ്യും. ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ടു ദി ബോണ്ട് ഓർഡർ എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബോണ്ട് ഓർഡർ ഡിക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ഇനി എന്നോട് സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയെ വെച്ചിട്ടൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു റിലേഷൻ അറിയണം. ഫ്രീക്വൻസി, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1/2π√k/μ എന്ന് നമുക്ക് പറയാം. വാട്ട് ഈസ് കെ? ദിസ് ഇസ് ആക്ച്വലി എന്താണ്? ബോണ്ട് സ്ട്രെങ്ത് ആണ്. ബോണ്ട് സ്ട്രെങ്ത് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബോണ്ട് ഓർഡർ കുറയുകയാണ്. NO+ൽ നിന്ന് NOയിലേക്ക് വരുമ്പോൾ ബോണ്ട് ഓർഡർ എന്താവുന്നു? കുറയുകയാണ്. അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത്തും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കുറയും. ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞാൽ ഫ്രീക്വൻസിയും എന്താവും? കുറയും. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഓൾസോ ഡിക്രീസസ്. അപ്പോൾ എന്ത് ചെയ്യും?
ഫ്രീക്വൻസിയും ഡിക്രീസ് ചെയ്യും, ബോണ്ട് ഓർഡറും എന്തായിരിക്കും, അല്ലെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത്തും എന്താവും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും, ബോണ്ട് ഓർഡറും ഡിക്രീസ് ചെയ്യും, എന്നോ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും എന്താവും, ഡിക്രീസ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റിലേഷൻ അറിഞ്ഞിരിക്കുന്നത് ഇതാണ്, 1/2π√k/μ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും. നാ ദ 13th വൺ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ഇൻ ESR, ഇവരുടെ സെലക്ഷൻ റൂളാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. Δms is equal to +or-1 ആയിരിക്കും, ആൻഡ് Δmi എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത് നിങ്ങൾ സെലക്ഷൻ റൂളായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. എപ്പോഴും PG ലെവൽ എക്സാമിന് ചോദിച്ചു വരുന്ന ചോദ്യമാണ്. ഓക്കെ, നൗ ദ 14th വൺ, 11 B11 NMR ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, B11 NMR ആണ് പറഞ്ഞിരിക്കുന്നത്, ആൻഡ് BH4- ആണ് അല്ലേ. ന്യൂക്ലിയർ സ്പിന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. B11 എത്രയാണ്, 3/2 കൊടുത്തിട്ടുണ്ട്. H1 ആണെങ്കിൽ 1/2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് B11 NMR ആണ് അല്ലേ, B11 NMR ആണ്. അപ്പോൾ ആരായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുക, ഈ ഹൈഡ്രജൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, 2ni+1 എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കും. എത്ര ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജൻ എന്ന് പറയുന്നത് 4 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ 2 × 4 പ്ലസ് ഐ കൊടുത്തിട്ടുണ്ട്, സോറി പ്ലസ് അല്ല, എന്തായിരിക്കും, ഐ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഐ എന്താണ്, 1/2 ആണ്, പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു വാട്ട്, 5 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇൻറ്റൻസിറ്റി, അപ്പോൾ എന്തായിരിക്കും, ക്വിൻറ്ററ്റ് ആയിരിക്കും നമുക്ക് വരിക. ഇനി നമുക്ക് ഇൻറ്റൻസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാൻ എങ്ങനെയായിരിക്കും, ഇൻറ്റൻസിറ്റി റേഷ്യോ കണ്ടുപിടിക്കുന്നത് പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചിട്ടാണ്. പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ക്വിൻറ്ററ്റ് അല്ലേ നമുക്ക് കിട്ടിയത്, ക്വിൻറ്ററ്റ് ആണെങ്കിൽ ഇതാ 1 1 ഇങ്ങനെയല്ലേ പാസ്കൽസ് ട്രയാങ്കിൾ വരയ്ക്കുക. 1 2 1 എന്ന് വരും, 1 3 3 1 എന്ന് വരും, 1 2 ആയി, 1 2 3 ആയി, 4. ഇനി ക്വിൻറ്ററ്റ് ആണെങ്കിൽ എന്തായിരിക്കും, 1 4 6 4 1 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻറ്റൻസിറ്റി റേഷ്യോ എന്തായിരിക്കും, 1:4:6:4:1 എന്ന് നമുക്ക് കിട്ടും. വിച്ച് ഈസ് അവർ ഓപ്ഷൻ എന്ത് തന്നെയാണ്, ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. Now question number 15, which among the following complex ion exhibit lowest CO stretching frequency എന്നാണ് ചോദിച്ചിരിക്കുന്നത്. PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ് റോങ്. ആക്ച്വലി ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആയിരിക്കും. എന്തുകൊണ്ടാണെന്നല്ലേ, കോൺസെപ്റ്റ് വൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇവിടെയൊക്കെ ഒരു മെറ്റൽ കാണാൻ പറ്റും അല്ലേ, Fe, ടൈറ്റേനിയം, മാംഗനീസ്, വനേഡിയം ഒക്കെ ഒരു മെറ്റൽ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് കാണാൻ പറ്റുക, MC∼O, അതായത് കാർബണൈൽ. ഇവിടെ എന്തുണ്ടാവും, ഈ മെറ്റൽ ഈ കാർബണൈലിൻ്റെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിലേക്ക് ബാക്ക് ബോണ്ടിങ് ചെയ്യും. വാട്ട് ഇസ് ഇറ്റ്, ബാക്ക് ബോണ്ടിങ്. ഇത് ഇവരുടെ പ്രത്യേകതയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വേറൊരു പേര് വിളിക്കും, സിനർജിക് ബോണ്ടിങ് എന്നൊക്കെ നമ്മൾ വിളിക്കും, സിനർജിക് ബോണ്ടിങ് എന്ന് വിളിക്കും. അപ്പോൾ ഈ മെറ്റൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഓഫ് കാർബണൈലിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ കൂടുതൽ വരികയാണെങ്കിൽ ഈ സിഒയുടെ ബോണ്ട് ഓർഡർ എന്താവും, ഡിക്രീസ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ബോണ്ട് ഓർഡറും ബോണ്ട് സ്ട്രെങ്ത്തും തമ്മിലുള്ള റിലേഷൻ. ബോണ്ട് ഓർഡർ കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബോണ്ട് സ്ട്രെങ്ത്തും എന്താവും, ഡിക്രീസ് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഇത്രയും കാര്യം മനസ്സിലായി, ബാക്ക് ബോണ്ടിങ് കാരണം എന്ത് സംഭവിക്കുന്നു, ബാക്ക് ബോണ്ടിങ് കാരണം CO ബോണ്ടിൻ്റെ ബോണ്ട് സ്ട്രെങ്ത് എന്താവുന്നു, ഡിക്രീസ് ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഫ്രീക്വൻസിയുടെ ഒരു റിലേഷൻ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുക, 1/2π√k/μ. അങ്ങനെയാണെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഫ്രീക്വൻസിയും എന്തായിരിക്കും, കുറയും എന്ന് പറയാൻ പറ്റും. അപ്പോൾ ദി ഗ്രേറ്റർ ദി ബാക്ക് ബോണ്ടിങ്, ബാക്ക് ബോണ്ടിങ് എന്ത് സംഭവിക്കും, ദി ലെസർ ദി ഫ്രീക്വൻസി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓൾറൈറ്റ്, ഇനി ഞാൻ ചോദിക്കട്ടെ, ഏത് മെറ്റൽ ആയിരിക്കും നല്ല രീതിയിൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക, നല്ല ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള മെറ്റൽ ആയിരിക്കത്തില്ലേ ഡൊണേറ്റ് ചെയ്യുക. അതായത് കാർബണൈലിലേക്ക് മെറ്റൽ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ മെറ്റലിൻ്റെ അടുത്ത് എന്ത് വേണം, മെറ്റലിൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി വേണം. അതായത് മെറ്റൽ ഷുഡ് ഹാവ് ഇലക്ട്രോൺ ഡെൻസിറ്റി. കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കാർബണൈലിൻ്റെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ
ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യപ്പെടും, ഡിക്രീസ് ചെയ്യപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്താവും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ആർക്കാണ് ഉള്ളത്? യെസ്, 2- അല്ലേ? അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, നോട്ട് ദി ബി. പ്രൊവിഷനിൽ നിങ്ങൾക്ക് ബി ആണ് കൊടുത്തിരിക്കുന്നത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ട് ദി അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ദ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോസബയർ സ്പെക്ട്രം ഓഫ് ഫെറിസയനൈഡ് ആൻഡ് ഫെറോസയനൈഡ് അയോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് Fe2+ഉം Fe3+ഉം. അപ്പോൾ ഈ ഫെറി എന്ന് പറഞ്ഞാൽ എന്താണ്? സി, ദിസ് ഇസ് ഫെറസ് ആൻഡ് ദിസ് ഇസ് ഫെറിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ പറയും ഫെറിക് എന്ന് പറയും. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ ഫെറസ് എന്ന് പറയും. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് നമ്മൾ Cu+ എന്ന് പറയുമ്പോൾ ഇതെന്തായിരിക്കും? ദിസ് ഇസ് കുപ്രസ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് Cu2+, ദിസ് ഇസ് കോൾഡ് വാട്ട്? കുപ്രിക്. അപ്പോൾ Fe2+ൻ്റെ കോൺഫിഗറേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? ദാറ്റ് വിൽ ബി 3d6 ആൻഡ് Fe3+ എന്തായിരിക്കും? 3d5 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ചോദ്യത്തിലേക്ക് വരാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് കാണിക്കണമെങ്കിൽ നിങ്ങളുടെ ന്യൂക്ലിയർ സ്പിൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1/2 ആൻഡ് അൺസിമ്മട്രിക്കൽ ഇലക്ട്രോണിക് അറേഞ്ച്മെൻ്റ് ആയിരിക്കണം. അൺസിമ്മട്രിക്കൽ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റും കൂടെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസൈഡ് സ്പ്ലിറ്റിംഗ് കിട്ടും. അപ്പോൾ നോക്കിക്കോളൂ, Fe2+ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു 3d6 ആണ് അല്ലേ? 3d6 എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, T2G ഇതാ ഇങ്ങനെ വരും അല്ലേ? സയനൈഡ് എന്താണ്? Cn- എന്താണ്? ആക്ച്വലി ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്, അതുകൊണ്ട് പെയറിംഗ് അപ്പ് നടക്കും. ഇനി Fe3+ ആകുമ്പോൾ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 3d5 ആയിരിക്കും. അപ്പോൾ എന്ത് വരും? ദാ ഇങ്ങനെ വരും. 1 2 3 4 5 എന്നുള്ള രീതിയിൽ നമുക്ക് വരും. എവിടെയാണ് അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ് വരുന്നത്? Fe3+ലാണ്, അതായത് ഫെറിക് സയനൈഡിലാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? യെസ്, ഫെറിക് സയനൈഡ് എക്സിബിറ്റ് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് വെറസ് ഫെറോസയനൈഡ് ഡു നോട്ട് എന്ന് നമ്മുടെ ഓപ്ഷനായിട്ട് വരും, വിച്ച് ഇസ് ബി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 17. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ എൻ്റെ ലെക്ചറിൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടിലെ ലെക്ചർ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫെറോസിൻ്റെ കേസാണ്. ഇതെന്താണ് നോക്കൂ, ഇത് എക്ലിപ്സ്ഡ് ഫോമാണ്. ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത് D5H ആണ്. ഇത് വരുന്നത് സ്റ്റാഗേർഡ് ആയിരിക്കും. ഇതെന്തായിരിക്കും? D5D ആയിരിക്കും. അതുകൊണ്ട് സ്റ്റാഗേർഡ് ആണ് ചോദിച്ചത്, എന്തായിരിക്കും? D5D ആയിരിക്കും. എങ്ങനെയാണ് പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഈ സമയത്തേക്ക് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 18. Re2Cl8 2-. റീനിയത്തിൻ്റെ കേസാണ് അല്ലേ? നോക്കാം നമുക്ക്. ഇവർ 4 ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്, Re 1 2 3 4 ഇങ്ങനെ വരയ്ക്കണം. Re and we'll have what? Cl and what? Cl and we have what? Cl and with a 2 negative charge. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ ഈ ബോണ്ട് എന്തായിരിക്കും? ഒരു ബോണ്ട് എന്തായിരിക്കും? സിഗ്മയായിരിക്കും. ആൻഡ് ദിസ് വിൽ ബി വോട്ട്? ഇത് പൈ ബോണ്ട് ആയിരിക്കും. ആൻഡ് ഇവരും എന്ത് തന്നെയായിരിക്കും? പൈ ബോണ്ട് തന്നെയായിരിക്കും. നാലാമത്തെ ബോണ്ട് എന്തായിരിക്കും? ഡെൽറ്റ ബോണ്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓർബിറ്റൽസ് അറിയണം. dz², ഇതാ ഇവർക്കും dz² ഉണ്ടാവും, റീനിയത്തിനും dz² ഉണ്ടാവും. ഈ dz²ഉം dz² ആണെങ്കിൽ ദാറ്റ് വിൽ ഫോം വോട്ട്? സിഗ്മ ബോണ്ട്. ഇനി dxz ആണെങ്കിൽ എന്ത് ഫോം ആയിരിക്കും? പൈ ബോണ്ട് ആയിരിക്കും. ഇനി dyz ആണെങ്കിൽ അതും എന്ത് തന്നെയായിരിക്കും? പൈ ബോണ്ട് ആയിരിക്കും. 2 പൈ ബോണ്ട് ഉണ്ട്. ഇനി dxy ആണെങ്കിൽ ആ ബോണ്ട് ആയിരിക്കും എന്ത് ബോണ്ട്? ഡെൽറ്റ ബോണ്ട്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് നോട്ട് ഐസോലോബൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. PSC കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ആക്ച്വലി മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ ഐസോലോബൽ കൺസെപ്റ്റ് എന്താണ്? ഇതാദ്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കൂ, ഇവിടെ CH2 ഉണ്ട്, CH- ഉണ്ട്. അതായത് ഒരു മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റും വേറൊരു മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുമാണ് തന്നിരിക്കുന്നത്. നോക്കിക്കോളൂ. ഇനി ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 8. ഇവിടെ 7 ആണെങ്കിൽ എന്തായിരിക്കും? 7. 6 ആണെങ്കിൽ എന്തായിരിക്കും? 6. കാര്യം പറഞ്ഞുതരാം. CH2 എന്നല്ലേ? കാർബണിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 4 അല്ലേ? ഹൈഡ്രജനിലോ? 2. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? 6 വരും. ഇനി CH- ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങൾ. കാർബണിൽ എത്രയാണ്? 4 ആണ്. ഹൈഡ്രജനിൽ 1 ആണ്. നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഉണ്ടാവും.
ആൻഡ് ദാറ്റ് ബിക്കംസ് വോട്ട് 6. അതായത് ഇവർ രണ്ടുപേരും എന്താണ്, ഈ മെയിൻ ഗ്രൂപ്പ് എലമെൻ്റ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും, രണ്ടിലും സെയിം വാലൻസ് ഇലക്ട്രോൺ ആണ് അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവരെന്തായിരിക്കും, ഐസോ ലോബൽ ആയിരിക്കും, ഐസോ ലോബൽ. ഇനി ഇത് നോക്കി നിങ്ങൾ, ഇത് മെയിൻ ഗ്രൂപ്പ് എലമെൻ്റ് ആണ്, ഇതെന്താണ്, ട്രാൻസിഷൻ മെറ്റൽ ആണ്. അപ്പോൾ അതൊന്ന് നോക്കാം. മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റും ട്രാൻസിഷൻ മെറ്റലും ഇതാണെങ്കിൽ 8ഉം 8ഉം അല്ല, ഇത് 8 ആകുമ്പോൾ ഇതെന്തായിരിക്കും, 18 ആയിരിക്കും. ഇത് 7 ആകുമ്പോൾ എന്തായിരിക്കും, 17. ഇനി 6 ആകുമ്പോൾ എന്തായിരിക്കും, 16 ആയിരിക്കും. 5 ആകുമ്പോൾ 15 ആയിരിക്കും. ഇനി BH3 ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ എത്ര ഉണ്ടാവും, 3 + 3. ബോറോണിലെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്, 3 ആണ്. അപ്പോൾ എന്തായിരിക്കും, 6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടണം, 16 കിട്ടണം അല്ലേ. നോക്കാം നമുക്ക്. അപ്പോൾ ക്രോമിയം CrCO5 ആയിരിക്കും അല്ലേ. ക്രോമിയത്തിൻ്റെ എന്താണ്, 6 ആണ് അല്ലേ. 4s1 3d5 ആണ്, 6 ആണ്. അങ്ങനെയാണെങ്കിൽ 5 × 2 10 വരും. അപ്പോൾ എന്തായിരിക്കും, 16 വരും. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. ഇതും എന്താണ്, അതായത് ഞാൻ പറഞ്ഞു 7 വരുമ്പോൾ 17 ആണ്. അപ്പോൾ 6 വരുമ്പോൾ എന്തായിരിക്കും, 16 ആയിരിക്കും. അപ്പോൾ ഇവരും എന്ത് തന്നെയാണ്, ഐസോ ലോബൽ തന്നെയാണ്. ഓപ്ഷൻ എ ഐസോ ലോബലാണ്, ഓപ്ഷൻ ബിയും എന്താണ്, ഐസോ ലോബലാണ്. ഇനി അടുത്ത എന്താണ് കൊടുത്തിരിക്കുന്നത്, ഓപ്ഷൻ സി നോക്കി നിങ്ങൾ. BH3 കൊടുത്തിട്ടുണ്ട്, അതേപോലെ എന്തുണ്ട്, HCrCO5- HCrCO5- എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇത് മെയിൻ ഗ്രൂപ്പാണ്, ദിസ് ഇസ് മെയിൻ ഗ്രൂപ്പ് ആൻഡ് ദിസ് ഇസ് വോട്ട് ട്രാൻസിഷൻ മെറ്റൽ. മെയിൻ ഗ്രൂപ്പിൽ എത്രയുണ്ട്, 3 + 3 എന്തായിരിക്കും, ഇവിടെ 6 ഇലക്ട്രോൺ ആണ്. ഇവിടെയാണെങ്കിലോ നോക്കിയാൽ നിങ്ങൾ 1 + ക്രോമിയത്തിൻ്റെ എത്രയാണ്, 6 ആണ്. ഇനി ഇവിടെ എന്ത് വരും, 5 × 2 എത്ര വരും, 10 + 1 ഇത് എത്ര വരും, 18 വരും. അങ്ങനെയാണെങ്കിൽ ഇത് ഐസോ ലോബലാണോ, 6ഉം 18ഉം ആണോ, അല്ല, 8ഉം 18ഉം ആണ് എന്ത്, ഐസോ ലോബൽ. ഇനി ഓപ്ഷൻ ഡി നോക്കി നിങ്ങൾ, CH3CH- ആണ് കൊടുത്തിരിക്കുന്നത്. CH3CH- ഇത് മെയിൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഇതെന്തായിരിക്കും, 4 + 3 എന്ത് വരും, 7 വരും. ഇനി ഇവിടെയാണെങ്കിലോ 4 + 1 + 1 വരും, ദാറ്റ് ഈസ് 6. അപ്പോൾ ഇവരും എന്തല്ല, ഐസോ ലോബൽ അല്ല. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ കറക്റ്റായിട്ട് വരും. ഓപ്ഷൻ ഡിയും കറക്റ്റായിട്ട് വരും, ഓപ്ഷൻ സിയും എന്തായിരിക്കും, കറക്റ്റായിട്ട് വരും. ഓക്കെ. അപ്പോൾ എയും ബിയും ഐസോ ലോബലാണ്, പക്ഷേ സിയും ഡിയും എന്തല്ല, ഐസോ ലോബൽ അല്ല. അപ്പോൾ 2 കറക്റ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 20, the last question what we are going to discuss. Which of the following is the correct order of CO stretching frequency for metal carbonyl? Again സെയിം കോൺസെപ്റ്റ് ആണ്. നോക്കൂ, മെറ്റൽ എന്ത് ചെയ്യാണ്, ഇതാ ഇവിടെ ബാക്ക് ബോണ്ടിങ് ചെയ്യാണ്, മെറ്റൽ ബാക്ക് ബോണ്ടിങ് ചെയ്യാണ്. ബാക്ക് ബോണ്ടിങ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ്, സിഒയുടെ ബോണ്ട് സ്ട്രെങ്ത് എന്താവും, ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യപ്പെടും. ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും, ഫ്രീക്വൻസി ഓൾസോ വാട്ട് ഹാപ്പൻസ്, ഫ്രീക്വൻസിയും എന്താവും, ഡിക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ കൂടുതൽ മെറ്റൽ ഉണ്ടെങ്കിൽ കൂടുതൽ ബാക്ക് ബോണ്ടിങ് ഉണ്ടാവത്തില്ലേ. ഓക്കെ, 3 മെറ്റൽ ഉണ്ടെങ്കിൽ 3ഉം എന്ത് ചെയ്യും, ബാക്ക് ബോണ്ടിങ് ചെയ്യും. നല്ല രീതിയിൽ ബാക്ക് ബോണ്ടിങ് ചെയ്താൽ നല്ല രീതിയിൽ എന്താവും, ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും എന്താവും, വളരെ രീതിയിൽ ഡിക്രീസ് ആവും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും അല്ലേ. ഇവർ ഇതാ 3 മെറ്റൽ ബാക്ക് ബോണ്ടിങ് ചെയ്യും. അപ്പോൾ ഇവർ നല്ല രീതിയിൽ എന്താവും, ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ആവും. ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്രീക്വൻസി എന്താവും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഓപ്ഷൻ എ വരും. സോ ഈ സെഷനിൽ ഞാൻ ഇത്ര മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.